പ്രൊട്ടക്റ്റിംഗ് ദ ഗേൾ ചൈൽഡ്, പെൺകുട്ടികളെ സംരക്ഷിക്കുന്നു. മലയാളത്തിൽ ഏറ്റവും സുപരിചിതമായ 2 വാക്കുകളാണ് ആൺ, പെൺ. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്നതാ? ആണാണോ പെണ്ണാണോ? ആൺ പെൺ എന്ന് പറയുന്ന പദം ദ്രാവിഡ സംസ്കാരത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ആണെന്ന് പറഞ്ഞാൽ ശക്തിയുടെ പ്രഭവ കേന്ദ്രമായി ആണെന്ന് പറയുന്ന പദത്തെ, വർഗത്തെ കാണുമ്പോൾ പെണ്ണെന്ന് പറയുന്നത് ശുശ്രൂഷിക്കേണ്ടവൾ, ദാസ്യത്വം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവൾ. അതുമാത്രമല്ല, ദ്രാവിഡ സംസ്കാരത്തിൽ പെണ്ണുങ്ങൾ, സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു കീഴാളത്ത ജാതിയായി അവർ കണ്ടിരുന്നു. ഇന്ന് കാലം ഏറെ പുരോഗമിച്ചു കേട്ടോ. നമ്മുടെ പെൺമക്കളും സ്ത്രീകളൊക്കെ സമൂഹത്തിൻ്റെ ഉയർന്ന ശ്രേണിയിൽ, എല്ലാ ഉയർന്ന തലങ്ങളിലും ജ്വലിക്കുമ്പോൾ നമുക്കേറെ സന്തോഷം പകരുന്നൊരു കാഴ്ചയാണത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് സഭ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ധ്യാന ചിന്ത പ്രൊട്ടക്റ്റിംഗ് ദ ഗേൾ ചൈൽഡ്, പെൺകുട്ടികളെ സംരക്ഷിക്കുന്നു. ഈ ഒരു ധ്യാന ചിന്തയുടെ ആവശ്യകതയുണ്ടോ? ആ ഒരു ചോദ്യം പ്രസക്തമാണ്. കാരണം കാലമേറെ പുരോഗമിച്ചു, ഇന്നെല്ലാവർക്കും സ്വാതന്ത്ര്യമായി, നമ്മുടെ പെൺമക്കളൊക്കെ ഉയർന്ന തലങ്ങളിൽ പഠിക്കുന്നു, നമ്മുടെ സ്ത്രീരത്നങ്ങളൊക്കെ ഉയർന്ന നിലകളിൽ ചിന്തിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ടോ? ഈ ഒരു ധ്യാന ചിന്തയുടെ പ്രസക്തിയുണ്ടോ? ചില കണക്കുകൾ, ലോകതലത്തിലുള്ള ചില കണക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ചിന്ത വളരെ ഗൗരവകരമായി സ്വീകരിക്കണമെന്നുള്ളതാണ്. ഞാൻ ചില കണക്കുകൾ പറയട്ടെ. UNICEFൻ്റെ കണക്കനുസരിച്ച് 3-ൽ 1 പെൺകുട്ടി ശാരീരികമായി, ലൈംഗികമായി, വൈകാരികമായി ചില പീഡനങ്ങൾക്ക് വിധേയപ്പെടുന്നു എന്ന് UNICEFൻ്റെ കണക്ക് വളരെ ശക്തിയായി നമ്മുടെ മുൻപിൽ തെളിവുകൾ നിരത്തുന്നു. UNFPAയുടെ കണക്കനുസരിച്ച് 15 മില്യൺ പെൺകുട്ടികൾ 18 വയസ്സിന് താഴെ, അതായത് ശൈശവ വിവാഹത്തിന് ഇരയാകുന്നു ഓരോ വർഷവും. 15 മില്യൺ പെൺകുട്ടികൾ. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു കണക്ക്, അതെന്നെ ഏറെ വേദനിപ്പിച്ചൊരു കണക്കാണ്. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കാണ്. 200 മില്യൺ പെൺകുട്ടികൾ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പദം ചേലാകർമ്മം. എന്താണ് ചേലാകർമ്മം എന്ന് ചോദിച്ചാൽ, പെൺകുട്ടികളുടെ ജനന ഇന്ദ്രിയ ഭാഗത്തെ വികൃതമാക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. സഭ്യമായി പറയാൻ കഴിയുന്നൊരർത്ഥം അതാണ്. അത് വളരെ വേദന നിറഞ്ഞ അനുഭവമാണ്. മാത്രമല്ല, വൈകാരികമായി അവരെ തളർത്തിക്കളയുന്നൊരനുഭവം കൂടെയാണ്. ഇത് നമ്മുടെ ഭാരതത്തിൽ പോലും ഉണ്ട് എന്നുള്ളത് ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ചും 5 വയസ്സിന് താഴെയുള്ള 22% പിള്ളേര് ചേലാകർമ്മത്തിന് വിധേയപ്പെടുന്നു. 5-നും 14-നും വയസ്സിനിടയിലുള്ള 70% പെൺമക്കൾ ഈ കർമ്മത്തിന് വിധേയപ്പെടുന്നു. 15-നും 19-നും വയസ്സിനിടയിൽ 5% പേരും, 20 വയസ്സിന് മുകളിൽ 3% പേരും ചേലാകർമ്മത്തിന് വിധേയപ്പെടുകയാണ്. മുറിവ് അനസ്തേഷ്യ പോലും നൽകാതെ പ്രാകൃതമായ രീതിയിൽ ചേലാകർമ്മം നടത്തുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഒരു സ്ത്രീയുടെ വിശുദ്ധി. മതഭ്രാന്തിൻ്റെ പുറത്ത് സ്ത്രീയുടെ ജനനേന്ദ്രിയ ഭാഗത്തെ വികൃതമാക്കുമ്പോൾ അതിലൂടെ സമൂഹം പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. അവളുടെ വികാരങ്ങൾ ശമിക്കപ്പെടുമെന്നും അതിലൂടെ അവൾ പാതിവ്യത്യം നടപ്പിലാക്കുമെന്നൊക്കെ സമൂഹം പഠിപ്പിക്കാറുണ്ട്. വേദനയും ഇൻഫെക്ഷനും കൊണ്ട് മരണമടഞ്ഞ ചരിത്രങ്ങൾ വരെ ഇന്ന് ലോകത്തുണ്ട്. പ്രത്യേകിച്ചും
ഇതൊക്കെ തരണം ചെയ്ത ഒരു സ്ത്രീ മനഃശാസ്ത്രപരമായി വൈകാരികമായി തളർന്നുപോയ ഒരാളായിരിക്കുമെന്ന് പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ചെലാകർമ്മം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലില്ലെങ്കിലും ഞാൻ പറയും അതിൻ്റെ വകഭേദങ്ങൾ നമ്മുടെ വീട്ടിൽ കാണാം, നമ്മുടെ നാട്ടിൽ കാണാം, നമ്മുടെ സംസ്കാരത്തിൽ കാണാം. ഒരു സ്ത്രീയുടെ ലൈംഗിക അനുഭവത്തെ കടിഞ്ഞാലിടാൻ ചേലാകർമ്മത്തിലൂടെ ഒരു പുരുഷാധിപത്യം ശ്രമിക്കുമ്പോൾ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ, സ്ത്രീയുടെ ചിന്തകളെ, ലക്ഷ്യങ്ങളെ ഞാനും നീയും പുരുഷാധിപത്യത്തിൻ്റെ പേരിൽ തടയുകയാണെങ്കിൽ ഇന്നും എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ സമൂഹത്തിൽ ചേലാകർമ്മമുണ്ടെന്ന് ഞാൻ നിസ്സംശയം പറയും. പ്രിയപ്പെട്ടവരെ, സഭ ഇന്ന് ചിന്തിക്കാൻ നൽകിയിരിക്കുന്ന ഈ ഗൗരവകരമായ വിഷയത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ പ്രവേശിക്കാം. നമ്മെക്കൊണ്ട് കഴിയുന്ന ചില ശുശ്രൂഷകളെ ഇന്നത്തെ വചന ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. 3 ശുശ്രൂഷകളാണ് ഇന്ന് വചനധ്യാനത്തിലൂടെ പകരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, വേഡ്സ് മിനിസ്ട്രി, വാക്കുകൾ കൊണ്ടുള്ള ശുശ്രൂഷ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് തൻ്റെ മകളുടെ ഭൂതോപദ്രവത്തെക്കുറിച്ച് പറയുകയാണ്. തൻ്റെ മകൾക്ക് ഭൂതം പിടിച്ചിരിക്കുക. യേശു ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ലെന്നാണ് ആ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. ഒരു വാക്കുപോലും യേശു അവിടെ പറയുന്നില്ല. കനാന്യ സ്ത്രീ എന്ന് പറയുന്നത് ഒരു ട്രൈബ്, ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ചുരുക്കി പറഞ്ഞാൽ യേശു ഒരു യഹൂദ കമ്മ്യൂണിറ്റിയും കനാന്യ സ്ത്രീ വിജാതീയ അനുഭവത്തിൽപ്പെട്ട ഒരു സ്ത്രീയും. തൻ്റെ മകൾക്ക് ഭൂതം പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ആ മകളുടെ അസുഖം? അവളുടെ അസുഖം നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കാം: സ്വന്തമായി അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പുറത്തുനിന്ന് ഏതോ ഒരു ശക്തിയാണ് അവളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്നേഹിതരെ, നമ്മുടെ ഭവനത്തിനകത്തുള്ള പെൺമക്കൾ, സ്ത്രീകൾ, നമ്മുടെ സമൂഹത്തുള്ള സ്ത്രീകൾ ഈ ഭൂതം പിടിച്ച അവസ്ഥയിലല്ലേ ഭൂരിഭാഗം പേരുമെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരല്ല അവരെ നിയന്ത്രിക്കുന്നത്. അവരെ നിയന്ത്രിക്കുന്നത് മറ്റു ചില ശക്തികളാണ്. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് പറയും, അവൾ കേൾക്കണം. എത്ര പഠനമുണ്ടെങ്കിലും ജോലിക്ക് പോകാൻ കഴിയാതെ മനസ്സിൻ്റെ അകത്ത് ഒരു ജോലി സ്വപ്നം കണ്ട് ജീവിച്ചിട്ട് ആ സ്വപ്നത്തെ പൂർണ്ണമായി ഹോമിച്ച് കളഞ്ഞ് ഇനി എനിക്ക് ജോലി വേണ്ട, ഇത് മതി, ഇതാണ് എൻ്റെ ജീവിതമെന്ന് പറഞ്ഞ് നരകിക്കുന്ന എത്രയോ പേർ നമ്മുടെ മധ്യത്തിലുണ്ട്. ശരിക്കും അവൾ ഭൂതം പിടിച്ച അവസ്ഥയല്ലേ? അവൾ അല്ല അവളെ നിയന്ത്രിക്കുന്നത്. അവളെ നിയന്ത്രിക്കുന്ന മറ്റാരോ അല്ലേ? നമ്മുടെ മക്കളായാലും നമ്മുടെ സഹോദരങ്ങളായാലും സഹോദരികളായാലും ഈ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് യേശു അവിടെ ഒരു ഉത്തരവും പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, യേശു അവിടെ ഉത്തരം പറയുന്നില്ലെങ്കിലും ശിഷ്യന്മാർ വന്ന് പറയുന്നുണ്ട് അവളെ പറഞ്ഞയക്കണം. പക്ഷേ യേശു ചില വാക്കുകൾ കൊണ്ട് അവളെ പ്രശംസിക്കുകയാണ്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ പോലും നായ്ക്കുട്ടികൾക്കാകാമല്ലോ. ഈ ചോദ്യത്തിൻ്റെ മുൻപിൽ യേശു പറയുകയാണ്, ഇത്രയും വലിയൊരു വിശ്വാസം, വാക്കുകളുടെ ശക്തി. വാക്കുകളുടെ ശക്തി പ്രിയപ്പെട്ടവരെ ജനത്തെ വിമോചിപ്പിക്കും. ഈ മിനിസ്ട്രി ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമൂഹമാണ് ഞാനും നിങ്ങളും. പെൺകുട്ടികൾ ഭൂതം പിടിച്ച് ജീവിക്കേണ്ടവരല്ല. ഓരോ പെൺകുട്ടികൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്.
ഓരോ പെൺകുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും നേരായ മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുകയല്ലാതെ വിലങ്ങ് തടിയായി നിൽക്കാൻ ഞാനും നീയും ശ്രമിച്ചാൽ ഭൂതം പിടിച്ച ഈ മകളെപ്പോലെ നമ്മുടെ മക്കളുടെ ജീവിതം ഹോമിക്കേണ്ടി വരുമെന്ന് പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ. അതുകൊണ്ട് യേശുവിനെ പോലെ പ്രശംസിക്കാനുള്ള സ്പേസുകൾ ഞാൻ നിങ്ങളും കണ്ടെത്തുക. വേഴ്സ് മിനിസ്ട്രി, വാക്കുകളുടെ ശുശ്രൂഷ. നമ്മുടെ വാക്കുകൾ നമ്മുടെ പെൺമക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതാകട്ടെ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, നീ ഒരു പെണ്ണാണ്, അതുപോലും അവളെ നിരുത്സാഹപ്പെടുത്തും. എടാ, നിനക്കൊരു പരിമിതിയുണ്ട്, നിനക്കൊരു പരിധിയുണ്ട്, ഇതുപോലും അവരെ നിരുത്സാഹപ്പെടുത്തും. പെൺകുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുറിക്കകത്ത് അവരെ പൂട്ടിയിടുക എന്നുള്ളതല്ല അർത്ഥം. വാക്കുകൾ കൊണ്ട് അവരെ ഞാൻ ശക്തരാക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണെന്ന് പ്രാർത്ഥനയോടെ ഒന്നാമത്തെ ധ്യാനചിന്തയിൽ ഞാൻ പറയട്ടെ. 2, വർക്ക് മിനിസ്ട്രി, പ്രവൃത്തി കൊണ്ട് ശുശ്രൂഷ ചെയ്യുക. ഇയ്യോബിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും മാതൃക നിറഞ്ഞൊരു ജീവിതമാണ്. എന്നാൽ ഈ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ കാലം ഉണ്ടാവുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്തൊക്കെ നഷ്ടപ്പെട്ടോ അവൻ അതെല്ലാം തിരിച്ചു കിട്ടുക. അതിൽ അവന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മക്കൾ എന്ന് പറയുന്ന ആ ഒരു സന്തോഷത്തെക്കുറിച്ച് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10 മുതൽ വിവരിക്കുന്നു. 7 പുത്രന്മാരും 3 പുത്രിമാരും. യമീമ, കെസിയ, കേരം, ഹപ്പൂക്ക്. പക്ഷെ ഇയ്യോബ് അവിടെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇയ്യോബ് 7 ആൺമക്കൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ പെൺമക്കളെയും കാണുന്നു. ഇയ്യോബിനുള്ള വസ്തുവകകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇയ്യോബിൻ്റെ സമ്പത്ത് ഭാഗിക്കുമ്പോൾ ആൺമക്കളെയും പെൺമക്കളെയും തുല്യമായി കാണുന്ന ഇയ്യോബ്. പ്രത്യേകിച്ചും പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനവും കൊടുക്കാത്ത അനുഭവമാണ്. സ്ത്രീക്ക് ഒരു വിലയുമില്ല. പ്രത്യേകിച്ചും സ്ത്രീകളുടെ പേര് പരാമർശിക്കാറില്ല. എന്നാൽ ഈ ഭാഗത്ത് ഒരു വലിയ വിപ്ലവം തൻ്റെ ജീവിതം കൊണ്ട് കുറിക്കുകയാണ് ഇയ്യോബ്. തൻ്റെ 3 പെൺമക്കൾക്കും മക്കൾ എങ്ങനെയാണോ അതുപോലത്തെ അവകാശം കൊടുക്കുക. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് ചിലത് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ട് തെളിയിക്കേണ്ടതാണ്. അപ്പോൾ ഇയ്യോബ് എന്തുകൊണ്ട് തൻ്റെ പ്രവൃത്തി കൊണ്ടത് തെളിയിച്ചെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏക ഉത്തരം 42-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു. ദൈവത്തെ കേട്ടവനല്ല, കണ്ടവനാണ് ഇയ്യോബ്. ദൈവത്തെ കണ്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, എല്ലാ മനുഷ്യരും ഒന്നാണ്. എല്ലാ മനുഷ്യരും ഒന്നാണ്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ജീവിക്കുന്ന ഒരു ദൈവമാണ്. അവിടെ ആണെന്നും പെണ്ണെന്നും ഒരു വ്യത്യാസമൊന്നുമില്ല. എല്ലാ പേരെയും ഒരുപോലെ കണ്ട് സംതൃപ്തി നേടുന്ന, തൻ്റെ അവകാശങ്ങൾ പങ്കിടുന്ന ഇയ്യോബ് ഇവിടെ ഒരു മാതൃകയായി തീരുകയാണ്. 1 വേഴ്സ് മിനിസ്ട്രി, 2 വർക്ക് മിനിസ്ട്രി, 3 ലൈഫ് ഗിവിംഗ് മിനിസ്ട്രി, ജീവൻ കൊടുക്കുന്ന ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ജീവൻ കൊടുക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ 16 മുതൽ വായിക്കുമ്പോൾ പ്രാർത്ഥനാ സ്ഥലത്ത് വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അവൾ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടിയല്ല, യജമാനന്മാർക്ക് വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ പല സ്ത്രീകളും അങ്ങനെ തന്നെയാണ്.
അവൾ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടിയല്ല. മറ്റ് പുരുഷന്മാർ, പുരുഷാധിപത്യം നിറഞ്ഞൊരു സമൂഹത്തിൽ പുരുഷൻ്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്ന സ്ത്രീ, അവളുടെ സന്തോഷങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലെന്നേ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഭൂതം പിടിക്കുക എന്ന് പറഞ്ഞാൽ അവളെ നിയന്ത്രിക്കുന്നത് അവളല്ല, മറ്റാരോ അവളെ നിയന്ത്രിക്കുക. അങ്ങനെയെങ്കിൽ ഈ യജമാനന്മാർ നിയന്ത്രിച്ചാണ് ഈ വെളിച്ചപ്പാടത്തി അവിടെ ജീവിക്കുന്നത്. അപ്പം ഭൂതം പിടിച്ചവളെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഈ യജമാനന്മാരാണ് ശരിക്കും ഭൂതം. അവരുടെ ആശയങ്ങൾ, അവരുടെ ചിന്തകൾ പിടിച്ചൊരു സ്ത്രീ. അപ്പോസ്തലന്മാർ അവിടെ വന്ന് ഈ സ്ത്രീയുടെ ശരീരത്തിലെ ഭൂതത്തെ പുറത്താക്കുന്നു. ഇനിയാണ് പ്രധാനമായ കാര്യം. പുറത്താക്കിയ ആ സമയത്ത് യജമാനന്മാർ കോപിച്ചെന്നല്ല കേട്ടോ, അപ്പോസ്തലന്മാരെ അടിച്ചു, വസ്ത്രം പറിച്ചു മാറ്റി, മാത്രമല്ല കാരാഗൃഹത്തിൽ അടച്ചു. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിനെതിരെ ചില ശബ്ദങ്ങൾ ദൈവനാമത്തിൽ ഞാൻ ഉയർത്തുമ്പോൾ, വേഴ്സ് മിനിസ്ട്രിയും വർക്ക് മിനിസ്ട്രിയൊക്കെ ചെയ്യുമ്പോൾ ഇത് പ്രതീക്ഷിക്കണം. നീ സമൂഹത്തെ നശിപ്പിക്കാമെന്നവനാണ്, നീ ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കാമെന്നവനാണ്. അതൊരു പെണ്ണാണ്, അതൊരു സ്ത്രീയാണ്, അതൊരു കുടുംബിനിയാണ്, അതൊരു അമ്മയാണ്. നീ പറയുന്നതെല്ലാം പൊട്ടത്തരമാണ്, നീ വിവേകമില്ലാത്തവനാണ്, നിനക്ക് ഭ്രാന്താണ്. ഇതെല്ലാം പ്രതീക്ഷിക്കണം. ഇവിടെയാണ് ലൈഫ് ഗിവിംഗ് മിനിസ്ട്രി. ജീവൻ കൊടുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ കഴിയുമോ? ഞാനിങ്ങനെ പറയും, വേഡ്സ് മിനിസ്ട്രിയും വർക്ക് മിനിസ്ട്രിയും ചെയ്യുന്ന ഒരു വ്യക്തി ലൈഫ് ഗിവിംഗ് മിനിസ്ട്രി ചെയ്യുന്ന ആളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ചിന്തകൾക്ക് വിരാമം കുറിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമ്മളിത് ധ്യാനിക്കേണ്ട ഒരു ചിന്തയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ശക്തമാണ്. എല്ലാം ഉണ്ട്, എല്ലാം ഉയർന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന തലങ്ങളിൽ പോലും ലോകത്തിൻ്റെ കണക്കുകൾ പറയുന്നത് എത്രയോ ഭീകരമായിട്ടാണ് സ്ത്രീരത്നങ്ങൾ അനുഭവവേദ്യങ്ങളായിത്തീരുന്നത്. അതിൻ്റെ നടുവിൽ ഒരു പുരുഷാധിപത്യ സമൂഹമായ തലങ്ങളിൽ നിന്ന് വേഴ്സ് മിനിസ്ട്രിയും വർക്ക് മിനിസ്ട്രിയും ലൈഫ് ഗിവിംഗ് മിനിസ്ട്രിയൊക്കെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ഭൂമി ഒരു സുന്ദരമാകും. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ.